രണ്ട് വശമുണ്ട്. ഒന്ന് ദൂരദർശന്റെ ഭാഗത്തുനിന്നുള്ള നടപടിയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു സിനിമ, ഇത്രയും വിവാദപരമായ ഒരു സിനിമ ടെലികാസ്റ്റ് ചെയ്തതിന്റെ പുറകിലുള്ള ഉദ്ദേശം ഒട്ടും തന്നെ നല്ലതല്ല എന്ന് നമുക്ക് ആർക്കും ആലോചിച്ചാൽ മനസ്സിലാവും. ആ സിനിമയുടെ പ്രമേയം എന്ത് തന്നെ ആവട്ടെ, അത് ഈ സമയത്ത് ഇത് ടെലികാസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും മറ്റൊരു ഉദ്ദേശത്തോട്ടാണ്. നേരെ മറിച്ച് ഇടുക്കി രൂപതയുടെ കാര്യം പറഞ്ഞാൽ അത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഇടുക്കി രൂപതയുടെ മുൻ അധ്യക്ഷൻ കാലം ചെയ്ത മാർ മാത്യു ആനിക്കുഴിക്കാട്ടി, അദ്ദേഹം ബിഷപ്പായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഏതാണ്ട് ഈ രീതിയിലുള്ള ഒരു പരാമർശം നേരത്തെ ഒരു പരിപാടിയിൽ പറഞ്ഞതാണ്. അന്ന് മുസ്ലിം സമുദായത്തെയും മറ്റൊരു സമുദായത്തെയും കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചെറുപ്പക്കാരായ പെൺകുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം, അല്ലെങ്കിൽ ഇന്ന സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ കൂടെ ഇവർ ഒളിച്ചോടി പോകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ തുടർന്ന് ഒരു പ്രബല ജാതി സംഘടന ഇടുക്കി മെത്രാനെതിരായിട്ട് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും അദ്ദേഹത്തിന് എന്റെ കോലം കത്തിക്കുകയും വലിയ പുകലും പൂക്കാറൊക്കെ ഇവിടെ നാട്ടിലുണ്ടാക്കി. അതേ തുടർന്ന് മെത്രാൻ ഖേദപ്രകടനം നടത്തി. മറ്റു ചില മെത്രാന്മാർ ഈ കാര്യത്തിൽ അനുരഞ്ജന നടപടികൾ സ്വീകരിച്ചു. നമുക്കറിയാം അന്ന് വലിയ വിവാദം ഉണ്ടായതാണ് അന്ന്. പക്ഷെ ആ പ്രസ്താവന അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നിരുന്നു. അന്നും ഈ സമുദായത്തിൽപ്പെട്ട പല ആളുകളും പറഞ്ഞു, ബിഷപ്പ് തിരുമേനി പറഞ്ഞാൽ എന്താ തെറ്റാ, അദ്ദേഹം പറഞ്ഞത് സത്യസന്ധമായിട്ടുള്ള കാര്യമല്ലേ, അത് ഉറക്കം പറഞ്ഞപ്പോൾ എന്തിനാണ് ആളുകൾക്ക് ഇത്ര വിഷമം എന്ന് ചോദിച്ച ആളുകളുണ്ട്. ആ ഒരു ചിന്താഗതി നേരത്തെ തൊട്ട് ഈ സമൂഹത്തിലുണ്ട്, പൊതുസമൂഹത്തിൽ ഉള്ള ഒരു കാര്യമാണ്. ഈ വിഭിന്ന സമുദായങ്ങൾ തമ്മിൽ നമ്മൾ കേരള മോഡൽ എന്നൊക്കെ പറയുമ്പോഴും അതിശക്തമായ ജാതീയമായും സാമുദായികമായ ധ്രുവീകരണം നമ്മുടെ നാട്ടിലുണ്ട്. അതിപ്പോ ഈ കഴിഞ്ഞ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ ശക്തമാണ്. ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലുള്ളതിനേക്കാൾ തീവ്രമായ രീതിയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിലുണ്ട്. അതിന് ചില വൈദികർ വെള്ളവും വളവും കൊടുക്കുന്നു എന്നുള്ളത് സത്യമാണ്. ചില മെത്രാന്മാരുടെ കൂടി പിന്തുണയോടാണ് ഇത് നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമേ അല്ല. ഇടുക്കി രൂപത കാണിച്ചു, അതിപ്പോ പുറത്തു വന്നു എന്നുള്ളതാണ്. പക്ഷെ മറ്റ് പല രൂപതകളും ഇതേ സമീപനം തന്നെ കൈക്കൊള്ളുന്നുണ്ട്. പല വിഭാഗങ്ങൾക്കിടയിലും താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പം അവരൊരു പാഠപുസ്തകം ഇറക്കിയിട്ടുണ്ട് ഈ പ്രണയത്തെ കുറിച്ചൊക്കെ പഠിക്കാൻ. അപ്പൊ ഈ ലവ് കേരള സ്റ്റോറിയുടെ കാര്യം പറയുമ്പോൾ ഇത് ആദ്യം ആരാണ് പറഞ്ഞത്, പിന്നീട് ആര് പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട പോലീസ് റിപ്പോർട്ടുകൾ, രാഷ്ട്രീയ നേതാക്കളുടെ പരാമർശങ്ങൾ, അതെല്ലാം ആ പാഠപുസ്തകത്തിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ നമ്മുടെ സമൂഹം ഒരു ചെറുത്തുനിൽപ്പിന്റെ പാതയിലാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെയുള്ള മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനുള്ള ഒരു ശ്രമമായി വേണ്ട ഇതിനെ കാണാൻ? അല്ല, അവരുടെ ആശങ്കകളാണ് ഇവിടെ പങ്കുവെക്കപ്പെടുന്നത്. ഇത് തീരെ ബുദ്ധിയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത ആളുകളല്ലല്ലോ ഈ സഭയിലുള്ള ആളുകൾ. ഒന്നാലോചിച്ച്, സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സീറോ മലബാർ സഭ. അതിലെ വൈദികരാണെങ്കിലും മെത്രാന്മാരാണെങ്കിലും ഒക്കെ അത്യുന്നത ബിരുദധാരികളാണ്. അവർക്ക് കേരളത്തിന്റെ സംസ്കാരം അറിയാം, ചരിത്രം അറിയാം, രാഷ്ട്രീയം അറിയാം. ശരി, അപ്പൊ എന്തായാലും അറിയാത്തതല്ല, അത് തന്നെയാണ് താങ്കൾ പറയുന്നത്. വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ സംസാരിച്ചതിന്.